സംസ്ഥാനത്തെ പെൻഷൻ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ പുനഃസ്ഥാപിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ST ചാനലിലൂടെ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്ത് ലാസ്റ്റ് വിഷു ഈസ്റ്റർ പ്രമാണിച്ച് അവർ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ ഉൾപ്പെടെയുള്ള പെൻഷൻ വീതം, നമ്മുടെ വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, മറ്റുള്ള പെൻഷനുകൾ മൊത്തവും ക്ലിയർ ചെയ്ത് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഒരു മാസം ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഡിലേ ആയിട്ട് തോന്നുന്നത്. ഇപ്പോൾ അടുത്ത പെൻഷൻ ഈ മെയ് 25 തിങ്കളാഴ്ച മുതൽ പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ നേരത്തെ നമ്മുടെ ST ചാനലിൽ ഇതിനെക്കുറിച്ചിട്ട് വിവിധ തരം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏകദേശം 62 ലക്ഷത്തോളം പേര് നമുക്ക് ഈ പറഞ്ഞ പോലെ പെൻഷൻ, വിവിധ പെൻഷനുകൾ നമ്മുടെ സർക്കാരിൻ്റെ സ്കീമിൽ വാങ്ങിക്കുന്നുണ്ട്. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ തുടങ്ങിയ ഒട്ടനവധി പെൻഷനുകൾ. അപ്പോൾ അതിൽ 2.5 ലക്ഷം പേര് ഈ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നുള്ളൊരു നിബന്ധന ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡിസംബർ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിരുന്നത്. അതിപ്പോൾ കുറച്ച് ഇളവുകൾ കഴിഞ്ഞ സർക്കാർ വരുത്തി ജൂൺ വരെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2.5 ലക്ഷം ആളുകൾ, ഈ പറഞ്ഞ ഇതുവരെയും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുത്ത് ആ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഞ്ചായത്തിൽ കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ പെൻഷനുകൾ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോലെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, റേഷൻ കാർഡ്, കരമടച്ച രസീത്, അതോടൊപ്പം തന്നെ ഈ വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പുതിയ അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എഴുതി സൈൻ ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സർവീസ് സെൻ്ററുകളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുമാന സർട്ടിഫിക്കറ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വരുമാന സർട്ടിഫിക്കറ്റ് 3 ദിവസം കാലതാമസം എടുക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുക്കുവാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞ സർക്കാർ ഉള്ള സമയത്ത് തന്നെ ഈ പറഞ്ഞതുപോലെ ചില ബോർഡുകളിൽ, ഇപ്പോൾ ക്ഷേമനിധി ബോർഡുകളിലും മറ്റും കുടിശ്ശിക ഒരുപാട് കിടപ്പുണ്ട്. അതിനൊക്കെ തീരുമാനം എടുക്കേണ്ടത് ഇപ്പോൾ പുതിയ സർക്കാർ കയറിയതിന് ശേഷം അടുത്ത മീറ്റിങ്ങിലായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അത് അനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോ ST ചാനലിൽ ചെയ്തിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ ആപ്ലിക്കേഷനുകളും മറ്റും എല്ലാം നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ ഒട്ടുമിക്കവാറും വീഡിയോകൾ ഇനിയും വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ കാണുന്നതായിരിക്കും. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ ഫ്രം ST ചാനൽ.